എടാ ആരും ലോൺ എടുക്കാൻ ജാമ്യം നിൽക്കുന്നില്ല. എന്നോട് ചോദിക്കാത്ത നിന്റെ പേര് പറഞ്ഞപ്പോ നിന്നെ ആ ഭാഗത്ത് അടുപ്പിക്കത്തിലാണ് അവർ പറഞ്ഞേക്കുന്നത്. ഉറുമശ്ശേരി ദേശത്തുള്ള ഒരുത്തരം ലോൺ തരത്തിലാണ്. നീ അങ്ങനെ പറയുന്നിട്ടാ. നമ്മൾ ഈ സാധാരണക്കാരുള്ളതുകൊണ്ട് ഈ ലോണൊക്കെ ഉള്ളേട്ടാ. നമ്മുടെ ഈ ജീവിതം വട്ടത്തിലും നീളത്തിലും ത്രികോണത്തിലും ചതുരത്തിലും എന്തിനീ പഞ്ചഭുജത്തിലും വരെ മൂഞ്ചിരിക്കാണ്. ലോണിലാണ്ട് പറ്റില്ല. എടാ കാശ് കൊടുക്കാനുള്ളവരെ കാരണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുവാണ് ഞാനിപ്പോ. എടാ പൈസ കൊടുക്കാനുള്ളവരെ കാണുമ്പോൾ ഇങ്ങനെ മുണ്ടിയായിട്ട് നടക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കണം, അല്ലെങ്കിൽ നമ്മള് ഓടണം. എന്തിനു ലിഫ്റ്റ് അടിച്ചു പോവാ. ഞാനൊക്കെ ഉണ്ടല്ല ഇന്ന് ഇപ്പിലും മുങ്ങിയുണ്ട്. പച്ചക്കുതിര എന്റെ കൈ വന്നിരുന്നെങ്കിൽ എനിക്ക് പൈസ കിട്ടിയത്. പൈസ കിട്ടുന്നവർ ഇത്രയും പറ്റിച്ചൊരു തെടിയായിട്ട് ലൈഫിൽ കണ്ടുള്ള കാരണം എന്റെ ഉള്ള പൈസയും പോയി. ആരടാ ആ പച്ചപ്പായിന് ഞാൻ കയ്യിലൊട്ടിച്ച് പൈസ ഇട്ടെന്ന് പറഞ്ഞു. ഇനി അത് ഓപ്പറേഷൻ ചെയ്ത് എന്റെ കയ്യിലുള്ള പൈസയും പോയടാ. കാരണം ഇന്ന് ചത്താലെന്ന് ആലോചിക്കുവാടേ. എടാ അങ്ങനെ ചാവാണി നമ്മുടെ ഈ റീല് കാണാൻ എല്ലാരും തൂങ്ങിച്ചാവണ്ടേ. എല്ലാരും കടത്തില്ല, എന്നിട്ട് അവരിത് കണ്ട് ചിരിക്കല്ലേ. ഈ ചിരിക്കടാ. നമ്മുടെ റീല് കാണുമ്പോ എങ്ങനെയാണ് നമ്മൾ ചിരിക്കുക? ഇത് കാണുമ്പോ എനിക്ക് ഒന്നുകൂടെ വിഷമമാണ്, ഡിപ്രഷൻ. ശരിയാണ്. നമ്മുടെ ജീവിതം എന്താടാ ഇങ്ങനെ? വല്ല ഞാറ ചിക്കൻ വെച്ച് ബാക്കിയുള്ള ലോൺ അടിക്കണ ഒരു മിഡിൽ ക്ലാസ് ആണ് നമ്മള്. നമുക്കിതൊക്കെ പറഞ്ഞിട്ടുണ്ടാ. ലൈഫിൽ നീ ആർക്കും പൈസ കടം കൊടുക്കരുതിട്ടാ. അതെന്താ? അവരാരും തിരിച്ചു തരില്ലടാ. നിന്റെ ഉള്ള ബന്ധം പോകും. നിനക്കറിയാൻ പൈസ തരണ്ട? ഇല്ല, ഞാൻ കുറെ പേർക്ക് കൊടുക്കാൻ അവരെന്റെ പുറകെ ചോദിച്ചിറങ്ങണ സങ്കടം വരൂടാ. വൈകിട്ട് ഒരു അമ്പലത്തിൽ ഗാനമേള നമുക്ക് തുള്ളാൻ പോകട്ടെ. നാളെ എന്റെ വീട്ടിൽ ജപ്തിയല്ലേ? ഗാനമേള ഇന്നല്ലേ ഉള്ളൂ. എന്റെ ശശിന്റെ കടത്തന്നെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ അച്ഛനെ അവിടെ കിടക്കുമെന്ന് ആയിരിക്കും എനിക്ക് ചിരി. എന്നിട്ടില്ല ഒട്ടുണ്ട് വന്നം തുള്ളണം. എടാ എവിടെ പോണ്ടാ? 5 മണിക്ക് മായക്കണ്ണന്റെ